ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,504 ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 തുലാമാസം 4-ാം തീയതിയാണ്. ശകവർഷം 1947, ആശ്വനമാസം 29-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ അമാവാസി തിഥിയാണ്. അത് വൈകിട്ട് 5:54 വരെയാണ്. തുടർന്ന് പ്രഥമ തുടങ്ങുന്നു. നക്ഷത്രം വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. 10:58 വരെ രാത്രി ചിത്തിര നക്ഷത്രം വരുന്നുണ്ട്. തുടർന്ന് ചോതി നക്ഷത്രമാണ്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. 7:54 വരെയാണ് ഈ കരണമുള്ളത്. നിത്യയോഗം വരുന്നത് വിഷ്കംഭനാമ നിത്യയോഗമാണ്. രാത്രി 3:15 വരെ ഈ വിഷ്കംഭനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായനമാണ്. ദിവസം ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന കുജൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:55 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:01:03 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 45 8 ദിനമാനം വരുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:04 തുടങ്ങി 4:32 വരെയുള്ള സമയത്താണ്. ഗുളികകാലം ഉച്ചയ്ക്ക് 12:08 തുടങ്ങി 1:36 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 9:12 തുടങ്ങി 10:40 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യ കാലങ്ങളാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 തുടങ്ങി 12:06 വരേക്കും. തുടർന്ന് മധ്യത്തിലുള്ള 4 മിനിറ്റ് സന്ധ്യയാകയാൽ വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെയുള്ള സമയത്താണ്. ചന്ദ്രാശ്രമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതികാല ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം ഒരു ശുഭ നക്ഷത്രമല്ല. അവർ നൂതന പദ്ധതികൾക്കും പ്രധാനപ്പെട്ട യാത്രകളും ഒക്കെ ഇന്ന് വർജിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചിത്തിര ആണ് ഇന്ന് നാള്. അത് എല്ലാ തരത്തിലുള്ള ശാന്തി കർമ്മങ്ങൾക്കും പൗഷ്ടിക കർമ്മങ്ങൾക്കും വാസ്തു സംബന്ധമായ കാര്യങ്ങൾ, വസ്ത്രം, ആഭരണം മുതലായവയ്ക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തിഥി വരുന്നത് അമാവാസി തിഥിയാണ്. അത് മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും വിധിച്ചിട്ടില്ല. ദാനകർമ്മങ്ങൾ, പിതൃകർമ്മങ്ങൾ, അഗ്നിയാധാനം മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അനുകൂലമാണ്. ആയതിനാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ദിവസമാണ്. നമസ്കാരം.